So in the last class, we have described started the rotating frame of reference, an inertial frame S and non-inertial frame S dash. Then particle is moving. First particle was at rest, then particle assumed to be moving. Then we found an operator equation like this. And in this equation, we substituted velocity in the inertial frame. So we obtained this expression. So in this expression, we substituted V equal to V dash plus omega cross R. Okay. Now I will explain this again. So here we have substituted for V here and here. We have substituted V dash plus omega cross R. Now I will explain the mathematical steps once again. See, the left side is same, dV by dt in the inertial frame. So this is d by dt in the rotating frame. It acts on V dash. So that is the first one. dV dash by dt rotating frame. Okay. Plus now d by dt is acting on this one, omega cross R. That you have to do it in as a first you differentiate omega, keeping R constant, and then keep omega as constant, then differentiate on R like that. Is that idea clear? Because both are vectors. First you d by dt omega, then keep cross R, then omega cross dr by dt. Is this step is clear? d by dt acting on omega cross R, d by dt ആദ്യം ഒമേഗയിൽ ആക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആറിനെ അങ്ങനെ തന്നെ നിർത്തും, പ്ലസ് ഒമേഗനെ അങ്ങനെ എന്നിട്ട് ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? അതെ സർ. ഓക്കെ. പ്ലസ് ഇനി ഇവിടെ ഉള്ളത് ഒമേഗ ക്രോസ് വി ഡാഷ് ഒരു ടേം, പ്ലസ് ഒമേഗ ക്രോസ് ആർ. ഒമേഗ ക്രോസ് ആർ. അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ ഇട്ടു, ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ. അപ്പൊ നമ്മൾ ഇത് ബ്രാക്കറ്റിൽ ഇടണം, കാരണം ഈ ക്രോസ് പ്രോഡക്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യാം. അല്ലാതെ ഇഷ്ടമുള്ളത് ആദ്യം ചെയ്യാൻ പറ്റൂല. ഒമേഗ ക്രോസ് ആദ്യം ചെയ്യണം, എന്നിട്ട് അതുമ്മേ ഒമേഗ ക്രോസ് ചെയ്യണം. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ അവിടെ ബ്രാക്കറ്റ് ഇടണം, ഇട്ടില്ലെങ്കിൽ തെറ്റും. ഓക്കെ. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞ ഈ ഒമേഗ എന്ന് പറയുന്നത് യൂണിഫോം ആംഗുലർ വെലോസിറ്റിയിലാണ്. നമ്മുടെ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യണത് യൂണിഫോം ആംഗുലർ വെലോസിറ്റിയിലാണ്, അതായത് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റിയിലാണ്. യൂണിഫോം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എന്നർത്ഥം. ഓക്കെ. അതുകൊണ്ട് നമുക്ക് ഒമേഗയുടെ ഡെറിവേറ്റീവിനെ 0 എന്ന് എടുക്കാം, ഡി ഒമേഗ ബൈ ഡി ടി 0 എന്ന് എടുക്കാം. നമുക്കപ്പോൾ ഇവിടെ 0 ഇടാം. ഈ ടേം വാനിഷ് ചെയ്യും, ഡി ഒമേഗ ബൈ ഡി ടി വാനിഷ് ചെയ്യും. ബാക്കി വരുന്ന ടേംസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഈ ഡി വി ഡാഷ് ബൈ ഡി ടി ഇൻ ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ അത് എ ഡാഷ് ആണ്, ആക്സിലറേഷൻ ഇൻ ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം എ ഡാഷ്. ലെഫ്റ്റ് സൈഡിലുള്ളതാണ് നമ്മൾ എഴുതിയ ഡി വി ബൈ ഡി ടി ഇനർഷ്യൽ, അതാണ് ആക്സിലറേഷൻ ഇൻ ദ ഇനർഷ്യൽ ഫ്രെയിം, എ എന്ന് വിളിക്കാം. നമുക്ക് ഇതിനെ എ എന്ന് വിളിക്കാം. അപ്പൊ ഇത് എ ഡാഷ് ആണ്, എ ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ഇത് 0 ആയിട്ട് പോയി. ഇനി ഈ രണ്ട് ടേമാണ് ബാക്കി വരിക. ഇതിൽ ഇനി ബാക്കിയുള്ളത് ഡി ആർ ബൈ ഡി ടി ഇൻ ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം. അതെന്തായിരിക്കും? ഡി ആർ ബൈ ഡി ടി ഇൻ ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വി ഡാഷ്, വെലോസിറ്റി ഇൻ ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം. പ്രൈം ഇടുന്നത് മനസ്സിലായില്ലേ? ഡാഷ് അല്ലെങ്കിൽ പ്രൈം ഇടുന്നത് മനസ്സിലായില്ലേ? റൊട്ടേറ്റിംഗ് ഫ്രെയിമിലാണ് നമ്മൾ പ്രൈം യൂസ് ചെയ്യുക. നോൺ ഇനർഷ്യൽ ഫ്രെയിമിൽ പ്രൈം യൂസ് ചെയ്യില്ല, ഡാഷ് യൂസ് ചെയ്യില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഈ എല്ലാ ടേമിനെയും ഐഡന്റിഫൈ ചെയ്തു. ഇനി ഇതൊക്കെ നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ മുമ്പത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമുക്ക് കിട്ടും. എ ഈക്വൽ ടു എ ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് വി ഡാഷ് എന്ന് കിട്ടും, പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത്, ഇത് രണ്ടും സെയിം ആണ്. സോ എ ഈക്വൽ ടു എ ഡാഷ് പ്ലസ് 2 ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് ഒമേഗ ക്രോസ് ആർ ബ്രാക്കറ്റ് ഇടണം. ഓക്കെ.
ഇതൊക്കെ വെക്ടേഴ്സ് ആണ്, ഞാൻ അത് ഇടുന്നില്ല എന്നുള്ളൂ. ഇട്ട് കഴിഞ്ഞാൽ ആകെ അങ്ങനെ ഒരു എല്ലാം വെക്ടേഴ്സ് ആണ്. ഓക്കെ, ആംഗുലർ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി വാട്സപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു അല്ലേ? അല്ലെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കാം. ആംഗുലർ വെലോസിറ്റിയും ഒരു വെക്ടറാണ്, അത് റൊട്ടേറ്റിംഗ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം ആംഗിള് എപ്പോഴും മാറുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് അതിന്റെ വെക്ടർ ആയിട്ട് എടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിതില് ഈ ടേമിന് ഈ ഒമേഗ ക്രോസ് വി ഡാഷിനെ വിളിക്കുന്ന പേരാണ് എന്താ? കോറിയോളിസ് ആക്സിലറേഷൻ. ഇത് ആക്സിലറേഷൻ ആണ് ലെഫ്റ്റ് സൈഡിൽ അല്ലേ? അപ്പൊ എല്ലാം പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ എല്ലാം ആക്സിലറേഷൻ ആയിരിക്കും, അല്ലാതെ നിങ്ങൾക്ക് പ്ലസ് ചെയ്യാൻ പറ്റൂല. നമ്മൾ പ്ലസ് പ്ലസ് ഇടുമ്പോൾ എല്ലാം ഒരേ സംഗതികളായിരിക്കും. അപ്പൊ ഇത് ആക്സിലറേഷൻ ആണ്, ഇത് ആക്സിലറേഷൻ ആണ്, ഇതും ആക്സിലറേഷൻ ആവും, ഇതും ആക്സിലറേഷൻ ആവും. മനസ്സിലായില്ലേ? ആക്സിലറേഷനും വെലോസിറ്റിയും കൂടെ നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റൂല, ഒരേ യൂണിറ്റ് ആയിരിക്കണം. പ്ലസ് ചെയ്യുമ്പോൾ എല്ലാം ഒരേ യൂണിറ്റ് ആയിരിക്കണം, അറിയാലോ? ഈ ടേമിനെ വിളിക്കുന്ന പേരാണ് കോറിയോളിസ് ആക്സിലറേഷൻ. ഈ ടേമിനെ വിളിക്കുന്ന, ഈ ലാസ്റ്റ് ടേമിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. ക്ലിയർ ആണോ? ഞാൻ അതുകൂടി എടുത്ത് എഴുതാം. സോ ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നിനെ ഐഡന്റിഫൈ ചെയ്യാം, ഇതൊക്കെ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ ഫ്രം ദിസ് ഇക്വേഷൻ 2 into omega cross v dash, this is known as Coriolis acceleration. And this one, omega cross r, this is known as centrifugal acceleration. Clear ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഞാൻ ചെറുതായിട്ട് ഇപ്പുറത്ത് എടുത്തേക്ക് എഴുതാൻ പോവാണ്. ഈ എ എന്നുള്ളത് എ ഡാഷ് ഈക്വൽ ടു എന്നാക്കാൻ പോവാ. എ ഡാഷ് ഈക്വൽ ടു എന്താവും? ഇത് രണ്ടും ഇപ്പുറത്തേക്ക് പോകും. സോ എ മൈനസ് ട്വൈസ് ഒമേഗ ക്രോസ് വി ഡാഷ് പ്ലസ് മൈനസ് ഒമേഗ ക്രോസ് ആർ, അങ്ങനെ വരും. എല്ലാ വെക്ടറാണ്. ക്ലിയർ ആയില്ലേ? അതായത് എ ഡാഷ് നമ്മൾ അവിടെ നിർത്തി, ബാക്കിയുള്ള രണ്ടിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ അത് മൈനസ് ആയി, രണ്ടും മൈനസ് ടേം ആയി. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. എല്ലാ വെക്ടറാണ്, ഞാൻ വെക്ടർ സിമ്പിൾ ഇട്ടിട്ടില്ല. എ ഡാഷ് ഈക്വൽ ടു എ മൈനസ് 2 into ഒമേഗ ക്രോസ് വി ഡാഷ് മൈനസ് ഒമേഗ ക്രോസ് ആർ. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെല്ലാത്തിനെയും, ഈ എല്ലാ ടേമിനെയും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, മാസ് കൊണ്ട്. നമ്മുടെ മൂവിങ് പാർട്ടിക്കിൾ ഒരു മാസ് ഉണ്ടല്ലോ. അപ്പൊ എന്താവും? മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ എം, ദാറ്റ് ഈസ് എം എ ഡാഷ് ഈക്വൽ ടു എം എ മൈനസ് 2m into ഒമേഗ ക്രോസ് വി ഡാഷ് മൈനസ് എം ഒമേഗ ക്രോസ് ആർ. ഇങ്ങനെയാവും. ഇപ്പൊ ഇതെന്തായി? മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഇത് എന്തായി? മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്താണ്? ഇത് ഫോഴ്സ് ആണ് അല്ലെ? ഇപ്പൊ എല്ലാ ടേമുകളും ഫോഴ്സ് ആയി. ഇത് ഫോഴ്സ് ആയി, ഇത് ഫോഴ്സ് ആയി, ഇത് ഫോഴ്സ് ആയി, ഇത് ഫോഴ്സ് ആയി. ഇപ്പൊ നമുക്ക് ഇതിനെന്ത് വിളിക്കാം? ഇതിനെ കോറിയോളിസ് ഫോഴ്സ് എന്ന് വിളിക്കാം. അതുപോലെ ഇതിനെന്ത് വിളിക്കാം? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കാം. അതുപോലെ എം എ ഡാഷിന് എന്ത് വിളിക്കാം? ഫോഴ്സ് ഇൻ ദ നോൺ ഇനർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കാം. എം എ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻ ദ ഇനർഷ്യൽ ഫ്രെയിം എന്ന് വിളിക്കാം. ഓക്കെ, സോ എം എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ദ നോൺ ഇനർഷ്യൽ ഫ്രെയിം.
നോൺ ഇനർഷ്യൽ ഫ്രെയിം എസ് ഡാഷ്. ഓക്കെ, എം എ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻ ഇനർഷ്യൽ ഫ്രെയിം എസ്. ഓക്കെ, നമുക്ക് അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ വിളിക്കാം. ഇതിനെ എഫ് നോൺ ഇനർഷ്യൽ അല്ലേ, എഫ് നോൺ ഇനർഷ്യൽ എന്ന് വിളിക്കാം, എഫ് എൻ. ഇതിനെ എന്ത് വിളിക്കാം, എഫ് ഐ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ എന്താവും, ഇതിനെ ഇങ്ങനെ എഴുതാം, എഫ് എൻ ഈക്വൽ ടു എഫ് ഐ മൈനസ് 2m into omega cross v dash minus m omega cross r. Okay, ഇതിന് ഇതാണ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ. നോൺ ഇനർഷ്യൽ ഫ്രെയിമിലെ ഫോഴ്സ് ഈക്വൽ ടു ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇത് നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സിന്റെ ഒക്കെ ഡെഫിനിഷൻ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, എഫ് എൻ ഈക്വൽ ടു എഫ് ഐ പ്ലസ് എഫ് ഒ എന്ന് നമ്മൾ മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു, വേർ എഫ് ഒ ഈസ് ദ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എഫ് എൻ സെയിം, എഫ് ഐ സെയിം, എഫ് ഒ എന്ന് പറയുന്നത് ഈ രണ്ട് ടേം ആണെന്ന് മനസ്സിലാവും. സോ in this case, in the case of rotating frame of reference, fictitious force FO equal to, ഇത് രണ്ട് കമ്പയർ ചെയ്യാം കേട്ടാ, comparing these two equations. ഇത് നമ്മൾ മുമ്പ് എഴുതിയിട്ടുള്ള ഇക്വേഷൻ ആണ്, ജനറൽ ഇക്വേഷൻ ആണ്, ലിഫ്റ്റിന്റെ കേസിലൊക്കെ നമ്മൾ എഴുതിയതാണ്. ഇതിപ്പോ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ്. ഇത് രണ്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FO ഈക്വൽ ടു എന്ത് കിട്ടും, ഈ രണ്ട് ടേം ആണെന്ന് മനസ്സിലാവും, മൈനസ് 2m ഇൻറ്റു ഒമേഗ ക്രോസ് വി ഡാഷ് മൈനസ് എം ഒമേഗ ക്രോസ് ആർ എന്ന് കിട്ടും കേട്ടാ, ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ക്ലിയർ അല്ലേ? ഇനി ഇതിലെ നമ്മൾ ഈ രണ്ട് ടേമിനെ ഐഡന്റിഫൈ ചെയ്യുക. ഈ ആദ്യത്തെ ടേമിനെ നമുക്ക് വിളിക്കാവുന്ന പേരാണ് കോറിയോളിസ് ഫോഴ്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ രണ്ട് ടേമിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതിനെ കോറിയോളിസ് ഫോഴ്സ് എന്നും ഇതിനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നും നമുക്ക് വിളിക്കാം. അങ്ങനെയൊക്കെ വിളിക്കാൻ കാരണമുണ്ട്. അതൊക്കെ അതിനെങ്ങനെ ഓരോന്നിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് വിളിക്കുന്ന ഇഫക്റ്റുകളാണ് അത്. ഓക്കെ, ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം വിളിക്കുന്ന പേരുകളാണ് അതൊക്കെ. ഇനി നമ്മൾ ഇത് രണ്ടിനെ പറ്റിയും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ, നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത പോലെ പാർട്ടിക്കിൾ അറ്റ് റെസ്റ്റിലായിരുന്നെങ്കിൽ എന്തുണ്ടാവും, ഇതിൽ ഏതാണ് സീറോ ആവുക, ഈ വെലോസിറ്റി എന്ന് പറയുന്നത് സീറോ. മനസ്സിലായോ? ഒരു മിനിറ്റ് കേട്ടാ, ഒരു ബ്രേക്ക്, ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ ഈ വി സീറോ ആയിരിക്കും, അതുകൊണ്ട് കോറിയോളിസ് ഫോഴ്സ് സീറോ ആയിരിക്കും. ക്ലിയർ ആണോ? പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ അപ്പൊ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ രണ്ടും ഉണ്ടാവും.
ഹലോ, ഒരു മിനിറ്റ് കേട്ടാ, ജസ്റ്റ് ഒരു മിനിറ്റ്. എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഒരു കൊറിയർ വന്നിട്ടുണ്ട്, ഒരു മിനിറ്റ്. ഹലോ, സോറി ട്ടോ, വെൽക്കം ബാക്ക്. ഞാൻ ഒരു കൊറിയർ വന്നിട്ട് മേടിച്ചതാണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് മനസ്സിലായില്ലേ? ഈ രണ്ട് ടേമും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇപ്പൊ പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ രണ്ടും ഉണ്ടാവും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും, കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാവും. പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ ഈ വെലോസിറ്റി വി ഡാഷ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് കൊറിയോളിസ് ഫോഴ്സ് 0 ആവണത്. ക്ലിയർ അല്ലേ? ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എർത്തില്, അപ്പൊ ഞാൻ ഇവിടെ എഴുതാം, പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ വി ഡാഷ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് ഓൺലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. നൗ പാർട്ടിക്കിൾ മൂവിങ് ആണെങ്കിൽ that implies both. That means Coriolis ഉണ്ടാവും, സെൻട്രിഫ്യൂഗൽ ഉണ്ടാവും. ക്ലിയർ അല്ലേ? കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാവും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും മൂവ് ചെയ്യുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇത് നമ്മുടെ എർത്തിന്റെ കേസിൽ നോക്കാം. നമുക്കറിയാം നമ്മുടെ എർത്ത് ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് വർഷം നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കേണ്ടതാവൂട്ടാ. നിങ്ങൾ +2 ഈ കൊറിയോളിസ് ഫോഴ്സ് പഠിച്ചിട്ടുണ്ടാവില്ല. അവിടെ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒക്കെ പഠിക്കും, പക്ഷെ കൊറിയോളിസ് ഫോഴ്സ് പഠിക്കില്ല. അത് നിങ്ങൾ ആദ്യമായിട്ടോ പഠിക്കണം.
അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എർത്തില്, അപ്പൊ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഒരു ബോഡി മൂവ് ചെയ്യാന്ന് വിചാരിക്കാം. നമുക്കറിയാം എർത്ത്, സോ നമ്മുടെ എർത്തിലേക്ക് വരാം. നമുക്ക് എർത്തില് ഈ എന്തൊക്കെയാണ് ഇതിന്റെ ഇഫക്റ്റ് നോക്കാം. എർത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിഫോംലി റൊട്ടേറ്റിംഗ് ബോഡിയാണ് അല്ലെ. യൂണിഫോംലി റൊട്ടേറ്റിംഗ് നമ്മുടെ സ്പിന്നാണ് കേട്ടാ. അതായത് ഡേയും നൈറ്റും ഉണ്ടാവുന്ന സ്പിന്നാണ്, മറ്റേ ഇയർ ഉണ്ടാവുന്ന മോഷൻ അല്ല ഞാൻ പറയുന്നത്. അത് നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നില്ല. സണ്ണിന്റെ ചുറ്റുമുള്ള മോഷൻ കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. ഇത് സ്വന്തം ആക്സിസിലുള്ള യൂണിഫോംലി റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, സ്വന്തം ആക്സിസിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് എർത്ത്. അപ്പൊ അതിന്റെ ആംഗുലർ വെലോസിറ്റി നിങ്ങൾക്ക് ഞാനൊരു ചെറിയ അസൈൻമെന്റ് തരാം. ഓക്കെ, ആംഗുലർ വെലോസിറ്റി നിങ്ങൾ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാതെ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതായത് നിങ്ങളിപ്പോ നിൽക്കുന്ന ഒരു സ്ഥലത്ത്, നമ്മളിപ്പോ എർത്തിന്റെ സർഫസിലല്ല നിൽക്കണേ, ഒരു സ്ഥലത്ത് നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലം 24 മണിക്കൂർ കൊണ്ട് ഒരു പ്രാവശ്യം കറങ്ങി അവിടെ തന്നെ എത്തണം എങ്കിൽ ആംഗുലർ വെലോസിറ്റി എർത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ ലീനിയർ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലീനിയർ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ അറിയുന്നില്ല എങ്കിലും നിങ്ങൾ എത്ര സ്പീഡിലാണ്, ഒരു സെക്കൻഡിൽ എത്ര സ്പീഡിൽ നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അത് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് കേട്ടോ. എല്ലാവരും സബ്മിറ്റ്, ഞാൻ നിങ്ങളുടെ ഇതിലിടാം, ക്ലാസ് റൂമിൽ ഇടാം. ഒരു സെക്കൻഡില് എത്ര കിലോമീറ്റർ പോകണ്ടെന്ന് നോക്കണം. അപ്പൊ എർത്തിന്റെ നിങ്ങൾക്കറിയാമല്ലോ 24 hours ആണ് ഒരു ഡേ. 24 hours തന്നെ എടുത്തോ, കൃത്യം അത്ര തന്നെ, കൃത്യം ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമെങ്കിലും കൃത്യം അത് തന്നെ എടുത്തോ. 24 hours എടുക്കുക. എന്നിട്ട് നമ്മുടെ എർത്തിന്റെ റേഡിയസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ, 6400 കിലോമീറ്റർ എന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എർത്തിന്റെ ആംഗുലർ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, പിന്നെ ലീനിയർ വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ലീനിയർ വെലോസിറ്റി. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നും, ഒരു സെക്കൻഡിൽ നിങ്ങൾ ഇത്രയും കിലോമീറ്റർ പോകുന്നുണ്ടോ എന്ന് തോന്നും. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല, കാരണം നമ്മള് ആ ഫ്രെയിമിൽ ഇരിക്കുന്ന കാരണം നമുക്ക് തോന്നുന്നത് നമ്മൾ റെസ്റ്റിലാന്നാ. പക്ഷെ ആക്ച്വലി നമ്മൾ തോന്നണമെങ്കിൽ പുറത്ത് നിന്ന് നോക്കണം. പുറത്തിറങ്ങി നിന്ന് നമ്മൾ മൂണിൽ അവിടെയൊക്കെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഇത്രയും സ്പീഡിൽ നമ്മൾ തിരിയണതായിട്ട് കാണാം. മനസ്സിലായില്ലേ? സണ്ണിലോ എവിടെയെങ്കിലും ചെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെ പോകാൻ പറ്റില്ല, എന്നാലും അവിടെ ചെന്ന പോലെ വിചാരിച്ച് മുകളിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത്ര സ്പീഡിൽ നമ്മൾ തിരിയണതായിട്ട് കാണാം. അത് നിങ്ങൾക്ക് ശരിക്കും നല്ല അത്ഭുതമായിരിക്കും. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ ഒരു അസൈൻമെന്റ് കൂടെ ചേർത്തരാം. എർത്തിന്റെ ഇയർലി ഓർബിറ്റൽ മോഷൻ ഉണ്ടല്ലോ സണ്ണിന്റെ ചുറ്റുമുള്ള, അതിന്റെ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കുക, അതിന്റെ ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് നല്ല അത്ഭുതങ്ങൾ തോന്നും. നമ്മുടെ നേച്ചറിൽ ഇത്രയ്ക്ക് സ്പീഡിലൊക്കെയാണോ നിങ്ങൾ പോണേ, ഇത്രയ്ക്ക് സ്പീഡിൽ നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടോ, ലീനിയർ വെലോസിറ്റി കണ്ടുപിടിക്കുക. അത് കാണുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കാരണം എർത്ത് ഒരു എലിപ്റ്റിക്കൽ പാത്തിലാണ് പോണത്. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്താൽ എർത്ത് സർക്കുലർ പാത്തിൽ കൂടെ പോണതായിട്ട് വിചാരിച്ചിട്ട് ചെയ്താലും മതി, വലിയ വ്യത്യാസമൊന്നുമില്ല. എർത്ത് ഒരു സർക്കുലർ പാത്തിൽ കൂടെ പോണു, ഒരു ഇയർ കൊണ്ട് 365 ഡേയ്സ് കൊണ്ട് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യണം എങ്കിൽ നിങ്ങളുടെ എർത്തിന്റെ ലീനിയർ വെലോസിറ്റി എത്ര? ആ വെലോസിറ്റി നമുക്കുണ്ട്, ആ വെലോസിറ്റിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അതോടൊപ്പം എർത്തിന്റെ സ്പിൻ മോഷനും കൂടി ഉണ്ട്, അത് വേറെ അസൈൻമെന്റ്. രണ്ട് തരം മോഷനാണ്. അപ്പൊ ആ മോഷനിലൊക്കെ നമ്മൾ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് തോന്നുന്നില്ല, നമുക്കത് ഫീൽ ചെയ്യുന്നില്ല, കാരണം നമ്മൾ ആ ഫ്രെയിമിന്റെ കൂടെയാണ് ഇരിക്കണേ, എസ് ഡാഷിന്റെ കൂടെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ നമുക്കതൊന്നും മനസ്സിലാവില്ല. പക്ഷെ അത് രണ്ടും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ സബ്ജക്റ്റിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് വരും. നമ്മുടെ നേച്ചറിലുള്ള ഇത്രയും വലിയ സ്പീഡിലാണോ നിങ്ങൾ പോണേന്നൊക്കെ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഒരു സെക്കൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. ഒരു സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ആണ് പോകണേന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഫിസിക്കൽ കൺസെപ്റ്റുകൾ കിട്ടും. ഇപ്പൊ നിങ്ങളുടെ വീടും കോളേജും തമ്മിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? 20 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് യാത്ര ചെയ്യാനായിട്ട് നിങ്ങൾ എത്ര സമയം എടുക്കും, എർത്ത് എത്ര സമയം എടുക്കും, എർത്ത് എത്ര സ്പീഡിലാണ് പോകുന്നത്, അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കുറച്ച് ഐഡിയകളൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ എർത്ത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒമേഗ, എർത്തിന്റെ ഒമേഗ ഏകദേശം നമുക്ക് കോൺസ്റ്റന്റ് പോലെ എടുക്കാം.
ഇത് നമ്മൾ നോക്കി എർത്തിന്റെ റൊട്ടേഷൻ നോക്കി കഴിഞ്ഞാൽ ദിസ് ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് അല്ലെ. എർത്ത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണേ? എർത്തിന്റെ റൊട്ടേഷൻ ഈസ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അല്ലെങ്കിൽ അതുകൊണ്ടാണല്ലോ നമ്മൾ സൂര്യനെ കിഴക്ക് കാണുന്നത്. നമ്മളിങ്ങനെ പടിഞ്ഞാറുന്ന് ഇങ്ങനെ പൊന്തി വരികയാണ് എർത്ത്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ എർത്തിന്റെ റൊട്ടേഷൻ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ കുറച്ച് നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മൾ എർത്തിന്റെ എവിടെയാണ്? നോർത്തേൺ റീജിയനിലാണ് അല്ലെ. കേരളം നോർത്തേൺ റീജിയനിലല്ലേ എർത്തിന്റെ? ഇക്വേറ്ററിന്റെ മുകളിലല്ലേ നമ്മള്? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി കുറച്ചും കൂടെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാലോ, ഡൽഹി, കാസർഗോഡ് വഴി നേരെ ഡൽഹിയിലേക്ക് വിടുക. ഡൽഹിയിൽ നിന്ന് പിന്നെ നേരെ കുറെ നമ്മൾ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും? എർത്തിന്റെ നോർത്ത് പോളിലെത്തും. ശരിയല്ലേ? ഒരു സ്പിയറിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നോർത്ത് പോൾ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ നിന്ന് നമ്മൾ നേരെ മുകളിൽ, കുറച്ചും കൂടെ നേരെ മുകളിൽ കയറി നിന്നിട്ട് നോക്കി കഴിഞ്ഞാൽ, എയറിൽ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എർത്ത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണേ. അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൗണ്ടർ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ, കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യണം. വെസ്റ്റ് ടു ഈസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങളൊക്കെ അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നമ്മൾ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എർത്ത്. ഓക്കെ, വെസ്റ്റ് ടു ഈസ്റ്റ് റൊട്ടേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സൂര്യനെ കിഴക്ക് വശത്ത് ഉദിച്ച പോലെ തോന്നണത്. ആക്ച്വലി സൂര്യൻ അനങ്ങാതെ നിൽക്കുകയാണ്, നമ്മളാണ് തിരിയണത്. എർത്ത് റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്, പടിഞ്ഞാറുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. അപ്പൊ നമുക്ക് സൂര്യൻ കിഴക്ക് ഉദിച്ച പോലെ തോന്നും. ഓക്കെ, അതുകൊണ്ട് എർത്ത് എന്താണ്? എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് എർത്ത് ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിം ആണ്. നോൺ ഇനർഷ്യൽ ഫ്രെയിം ആണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ എർത്തിൽ അനങ്ങാണ്ടിരുന്നാലും നമുക്ക് എന്തുണ്ടാവും? നമ്മളിപ്പോ എർത്തിൽ അനങ്ങാണ്ടിരിക്കുക, പക്ഷെ നമുക്ക് നമ്മുടെ മേലെ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മള് ഒരു പാർട്ടിക്കിൾ റെസ്റ്റിലിരിക്കുന്ന ബോഡി നമ്മൾ അനങ്ങാണ്ടിരുന്നാലും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, നമ്മൾ ഓടാന്ന് വിചാരിക്കുക, ഓടുക ചാടുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? കോറിയോളിസ് ഫോഴ്സും കൂടെ ആക്ട് ചെയ്യും. രണ്ടും ആക്ട് ചെയ്യും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ആക്ട് ചെയ്യും, കോറിയോളിസ് ഫോഴ്സും ആക്ട് ചെയ്യും. ഇനി നമ്മുടെ കേസിലൊന്നും നമ്മളൊക്കെ കുറച്ച് ദൂരമൊക്കെ അല്ലേ ഓടുകയാണെങ്കിലും അത്ര വലിയ സ്പീഡൊന്നും നമുക്ക് ഉണ്ടാവില്ല. ചെറിയ സ്പീഡ്. ഈ വെലോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ഒമേഗ ക്രോസ് വി ഡാഷ് വളരെ ചെറുതായിരിക്കും. നമ്മൾ ഓടുകയാണെങ്കിൽ എത്ര സ്പീഡിൽ ഓടും? കാര്യമായിട്ട് സ്പീഡൊന്നും നമുക്ക് കിട്ടൂല. ഓക്കെ, അതുകൊണ്ട് തന്നെ കോറിയോളിസ് ഫോഴ്സ് ഒക്കെ വളരെ ചെറുതായിരിക്കും, അതിന്റെ ഇഫക്റ്റ് ഒക്കെ വളരെ ചെറുതായിരിക്കും. മനസ്സിലായില്ലേ? പക്ഷെ ഈ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള പാർട്ടിക്കിൾസ്, എയർ മോളിക്യൂൾസ്, അല്ലെങ്കിൽ വിൻഡ്, അല്ലെങ്കിൽ സൈക്ലോൺ, ഇതൊക്കെ എർത്തിന്റെ മുകളിലുള്ളതാണ്. ക്ലൗഡ്, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓടുമ്പോൾ പ്രശ്നം, നമ്മൾ എർത്തിനോട് അറ്റാച്ച്ഡ് ആണ്. മാസ് നമുക്ക് കൂടിയ കാരണം നമ്മൾ എർത്തിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇഫക്റ്റുകളൊക്കെ വളരെ കുറവായിരിക്കും. കോറിയോളിസ് ഫോഴ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. നമ്മൾ ഓടിയാലും നമുക്ക് കാര്യമായിട്ട് കോറിയോളിസ് ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ അവിടെ ഫ്രിക്ഷൻ വഴി നമ്മൾ സ്ട്രേറ്റ് ലൈനിൽ ഓടാനൊക്കെ പറ്റും. കോറിയോളിസ് ഫോഴ്സ് ഒന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷെ ഈ എയറിൽ നിൽക്കുന്ന പാർട്ടിക്കിൾസ്, അറ്റ്മോസ്ഫിയറിലുള്ള സംഗതികളൊക്കെ ഈ കോറിയോളിസ് ഫോഴ്സിന് വിധേയമാവും. മനസ്സിലായോ? അത് മൂവ് ചെയ്ത് തുടങ്ങിയ, ഇപ്പൊ ക്ലൗഡ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഉടനെ അത് കോറിയോളിസ് ഫോഴ്സിന്റെ ഇഫക്റ്റ് ഉണ്ടാവും. ഞാനിപ്പോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഇതിന്റെ ഇഫക്ട്സ് മാത്രം നിങ്ങളോട് പറയാം. ശരിക്കും നിങ്ങൾ കോംപ്ലിമെന്ററി ആയതുകൊണ്ടാണ്, കോർ കോഴ്സ് ആണ് പഠിക്കണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ ഒക്കെ പറഞ്ഞ് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഇക്വേഷൻ വഴി ഇതിന്റെ റിസൾട്ടുകളൊക്കെ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങളോട് ഇപ്പൊ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇക്വേഷൻസിലേക്ക് പോകുന്നില്ല. അതിന് പകരം അതിന്റെ ഇഫക്റ്റുകൾ മാത്രം പറയാം. ഓക്കെ, ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഒരു ഇഫക്റ്റ് ആണ്, എർത്തിലുള്ള ഇഫക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എർത്തിന്റെ കേസിലേക്ക് വരുന്നത്. എർത്ത് ഒരു നോൺ ഇനർഷ്യൽ ഫ്രെയിം ആണ്, റൊട്ടേറ്റിംഗ്.
എർത്തിന്റെ സ്പിൻ മോഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, മറ്റേത് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനുള്ള ഒരു ഇഫക്റ്റ് ആണ് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലെ. ഇത് എർത്ത് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇപ്പൊ ഒരു ബോഡി ഇങ്ങനെ വീഴാണെങ്കിൽ അത് എർത്തിന്റെ ജിയുടെ ഡയറക്ഷൻ നേരെ സെൻട്രലിലേക്ക് ആയിരിക്കും എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. എർത്തിന്റെ സെൻട്രലിലേക്ക് ആയിരിക്കും ഏത് ഡയറക്ഷനിൽ നിന്നും. ഇവിടെ നിന്നാണെങ്കിൽ ഇങ്ങനെ ജി ഇങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് കാണാം ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ഈ ജിയുടെ ഡയറക്ഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ, ജിയുടെ ഡയറക്ഷൻ സ്ലൈറ്റ്ലി ഷിഫ്റ്റ് ചെയ്യണതായിട്ട് കാണാം. ഓക്കെ, ഷിഫ്റ്റഡ് ഫ്രം സെന്റർ. അതെങ്ങനെയാണെന്നൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ നമുക്ക് ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഇക്വേഷൻസ് തന്നെ വെച്ച് കുറച്ചും കൂടെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, ഞങ്ങൾ മെയിൻ കാര്യമൊക്കെ അത് പഠിപ്പിക്കും, നിങ്ങളത് പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ കോംപ്ലിമെന്ററി ചെയ്തുകൊണ്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പൊ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ റിസൾട്ട് മാത്രം മനസ്സിലാക്കുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എക്സാക്ട്ലി അറ്റ് ദ സെന്റർ അല്ല, കുറച്ചത് ഷിഫ്റ്റ് ചെയ്യും, വേറൊരു ഡയറക്ഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ കോറിയോളിസ് ഫോഴ്സിന്റെ ഇഫക്റ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂവ് ചെയ്യുന്ന ബോഡികൾക്കായിരിക്കണം. അതിന്റെ ഇക്വേഷൻ ഇതാണ്: കോറിയോളിസ് ഫോഴ്സ് ഈക്വൽ ടു -2m ഇൻറ്റു ഒമേഗ ക്രോസ് വി ഡാഷ്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി പാർട്ടിക്കിൾ, ഒമേഗ ആംഗുലർ വെലോസിറ്റി, വി ഡാഷ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ദ റൊട്ടേറ്റിംഗ് ഫ്രെയിം. ഓരോന്നും പറയാം. എം, ഒമേഗ, വി ഡാഷ് ഒക്കെ എന്താന്ന് നമുക്കറിയാം, മൂന്നും എന്താന്ന് നമുക്കറിയാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം all moving bodies on the surface of the earth will be affected by Coriolis force. ഇപ്പൊ നമ്മൾ ഓടുമ്പോൾ ഉണ്ടാവില്ല, കാരണം നമുക്ക് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട്. ഇപ്പൊ കാറൊക്കെ ഓടുകയാണെങ്കിൽ കാറിനൊന്നും ഉണ്ടാവില്ല, കാരണം കാറിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അത് വലിയ ഫോഴ്സ് ആയതുകൊണ്ട് ഇത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. മനസ്സിലായില്ലേ? ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവാൻ പാടില്ല. ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ അത് ഡോമിനേറ്റ് ചെയ്യും, ഇതിന്റെ ഇഫക്റ്റ് ഒന്നും കാണാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഫ്രിക്ഷൻ ഫോഴ്സ് ഇല്ലാത്ത കേസിൽ അങ്ങനത്തെ ബോഡിയുമൊക്കെ കോറിയോളിസ് ഫോഴ്സിന്റെ ഇഫക്റ്റ് ഡോമിനേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനൊരു മൈനസ് സൈൻ ഉള്ളത് കൊണ്ട് അതൊരു വിയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഒമേഗ ക്രോസ് വി ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കോറിയോളിസ് ഫോഴ്സ് ആക്ട് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന് രണ്ട് പാർട്ടും കൂടെ ഡിഫൈൻ ചെയ്യാം. ഒന്ന് വെർട്ടിക്കൽ മോഷൻ. ഒരു കല്ല് നേരെ താഴത്തേക്ക് വീഴാന്ന് വിചാരിക്കാം മോളിൽ നിന്ന്. അപ്പൊ അതുമ്മ കോറിയോളിസ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ, കാരണം അത് മൂവ് ചെയ്യാണ്. ഒരു കല്ല് താഴേക്ക് വീഴാണ്, അപ്പൊ അതുമ്മ ഫ്രീലി ഫോളിങ് ബോഡിയാണ്, ഫ്രീലി ഫോളിങ് ബോഡിയാന്ന് വിചാരിച്ച, അപ്പൊ അതുമ്മ കോറിയോളിസ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനൊക്കെ എഴുതി അനലൈസ് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഫ്രീലി ഫോളിങ് ബോഡി നേരെ സ്ട്രെയിറ്റ് ലൈനിലല്ല മൂവ് ചെയ്യണേ എന്ന് മനസ്സിലാവും. അത് കുറച്ച് നമ്മൾ നേരത്തെ ജിയുടെ കേസ് പറഞ്ഞ പോലെ കുറച്ച് ഡിഫ്ലക്ട് ചെയ്യും. സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിരിക്കും, പക്ഷെ അത് നമ്മൾ അത് ഇവിടുന്ന് ഇങ്ങനെ വീഴാണെങ്കിൽ നേരെ ഇവിടേക്കല്ല വീഴ, കുറച്ച് ഈ വേറൊരു സ്ട്രെയിറ്റ് ലൈനിലാണ് കോറിയോളിസ് ഫോഴ്സ് ഇഫക്റ്റ് കാരണം അത് കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് അത് താഴത്തേക്ക് വീഴ. ഓരോ ഇൻസ്റ്റന്റിലും കോറിയോളിസ് ഫോഴ്സ് അതുമേ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് അതിന്റെ ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഡിഫ്ലക്ഷൻ ഈസ് ടുവേർഡ്സ് ദ ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കും. ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് അത് ഡിഫ്ലക്ട് ചെയ്യും. അതൊരു കല്ല് നേരെ നമ്മളിപ്പോ താഴത്തേക്ക് വീഴാണെങ്കിൽ നമ്മൾ ഈ കോറിയോളിസ് ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ അത് നേരെ താഴത്തേക്ക് വീണേനെ. പക്ഷെ കോറിയോളിസ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് എർത്ത് അനങ്ങാണ്ട് നിൽക്കുകയാണെങ്കിൽ നേരെ താഴത്തേക്ക് വീഴും. പക്ഷെ കോറിയോളിസ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് അത് കുറച്ച് ഈസ്റ്റിലോട്ട് മാറിയിട്ടാണ് വീഴുക. കുറച്ചുള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. അത് അതിന്റെ എന്താ പറയാ
എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നൊക്കെ അനുസരിച്ചിരിക്കും. എത്ര വെലോസിറ്റി ഉണ്ട് അല്ലെങ്കിൽ എത്ര മാസ് ഉണ്ട്, എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യും. എം ഒമേഗ കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം. എർത്തിന്റെ ആംഗുലർ വെലോസിറ്റി ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. അത് നമുക്ക് മാറ്റാനൊന്നും പറ്റൂല. മാസ് ഓഫ് ദ ബോഡി മാറാം, വി മാറാം. അത് രണ്ടും അനുസരിച്ചിട്ട് കോറിയോളിസ് ഫോഴ്സിന്റെ ഇഫക്റ്റ് ഉണ്ടാവും. നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് ഈസ്റ്റിലായിരിക്കും. ഓക്കെ. ഇനി ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് വെസ്റ്റിലായിരിക്കും, വെസ്റ്റിലോട്ടായിരിക്കും വീഴ. മനസ്സിലായില്ലേ? രണ്ടിന്റെ ഇഫക്റ്റ് വേറെ വേറെ ആയിരിക്കും. അങ്ങനെ ഈ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. ഇനി അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഒരു റോക്കറ്റ് മുകളിലേക്ക് വിടാന്ന് വിചാരിച്ചു. റോക്കറ്റ് നേരെ മുകളിലേക്കാണ് വിടണത് നമ്മള്. അപ്പൊ അത് ഏതാണ്ട് ഈ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഓപ്പോസിറ്റ് ഉള്ള സംഭവമാണ്. അത് റോക്കറ്റ് നേരെ മുകളിലേക്ക് പോകണം. അപ്പൊ അതിന്റെ ഡിഫ്ലക്ഷൻ എവിടേക്കായിരിക്കും? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, വെസ്റ്റിലേക്കായിരിക്കും പോവുക. റോക്കറ്റ് നേരെ മുകളിലേക്കാണ് പോവുക, അതുകൊണ്ട് അതിന്റെ ഡിഫ്ലക്ഷൻ ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നാണ് റോക്കറ്റ് വിടണമെങ്കിൽ വെസ്റ്റിലേക്കായിരിക്കും. ഇതുപോലെ ജസ്റ്റ് സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് ഈസ്റ്റിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം റോക്കറ്റ് ഒക്കെ നല്ല സ്പീഡിൽ പോകും. അപ്പൊ ഈ കോറിയോളിസ് ഫോഴ്സിന്റെ ഇഫക്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്ത് ഈ വെസ്റ്റിലേക്ക് പോകുന്ന സംഭവം ബാലൻസ് ചെയ്തില്ലെങ്കിൽ അവൻ കൂടുതൽ വെസ്റ്റിലോട്ട് പോയിട്ട് വെസ്റ്റിൽ കടലുണ്ടെങ്കിൽ കടലിന്റെ ഉള്ളിലേക്ക് പോകും, താഴ്ത്തേക്ക് വീഴും. മനസ്സിലായില്ലേ? റോക്കറ്റ് ഒക്കെ വിടുമ്പോ ഇതൊക്കെ വളരെ നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ പോകണമെങ്കിൽ ഇതിന്റെയൊക്കെ ഇഫക്റ്റ് ഒക്കെ കൺസിഡർ ചെയ്യണം. ഇനി ഹൊറിസോണ്ടൽ മോഷൻ എടുക്കുക ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. ഹൊറിസോണ്ടൽ മോഷൻ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇഫക്റ്റുകൾ കാണാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ റിവറിലൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അല്ലെ? നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും എല്ലായിടത്തും റിവേഴ്സ് ഉണ്ട്. റിവർ, നദികൾ, തോടുകൾ അല്ലെ? നിങ്ങളുടെ അടുത്തുള്ള റിവറൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ ഇതില് ഈ റിവറിൽ കൂടെ പോകുന്ന ബോഡി വെള്ളം ഒഴുകി പോകണമെന്ന് നമ്മൾ എന്താ പറയാ? അതൊരു ഹൊറിസോണ്ടൽ മോഷൻ ആണ് അല്ലെ? അത് വെർട്ടിക്കൽ മോഷൻ അല്ല.